ഇതെല്ലാം ഈ മൂപ്പത്താത്ത തലച്ചോറിലേക്ക് എന്തുതരം സന്ദേശമാണ് എത്തിക്കുക. ഇടയ്ക്കൊക്കെ തല്ലാം. എന്നോട് കോർക്കാൻ വരുന്ന ഒരു സഹപാഠിക്കിട്ട് 2 കൊടുക്കാം. ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സാധിച്ചു തരാത്ത എൻ്റെ അമ്മയോ അച്ഛനെയോ നേരെ കൈ ഓങ്ങാം. ഭവിഷ്യത്തുകളൊന്നും ഇല്ലാതെ പോലീസ് പിടിക്കാതെ സ്ലോ മോഷനിൽ നടക്കുന്ന നായകനാണ് നമ്മുടെ വീരനായകൻ. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ധാരണയാണ് ഈ കുഞ്ഞു മനസ്സിൽ കയറുക. കുറേയൊക്കെ നല്ല സ്പോർട്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വയലൻസൊക്കെ കുറേ അതുവഴി അങ്ങ് ഒഴുകിപ്പോകും. കായികമായിട്ടുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചാനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന അഗ്രഷനെ അത് ചാനലൈസ് ചെയ്യുകയാണ്, കൺസ്ട്രക്റ്റീവായിട്ട് ചാനലൈസ് ചെയ്യുകയാണ്. അടി കിട്ടുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്നതെന്ന് ചില കുട്ടികളുടെ മനസ്സിലെങ്കിലും വരുന്നത് മറ്റൊരാൾ എന്നോട് ഇത് കാണിച്ചാലും ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് തോന്നും. ഒരു ക്ലാസ് മുറിയിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ 3 കുട്ടികളോ 5 കുട്ടികളോ ഇത്തരം പ്രശ്നമുള്ളവരുണ്ടാവുള്ളൂ. ഈ 5 കുട്ടികളെ സംരക്ഷിക്കാനല്ലെങ്കിൽ അവരെ തിരുത്താനല്ലെങ്കിൽ പിന്നെ എന്തിനു നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം? പക്ഷെ ഇതെല്ലാം അവരുടെ മേലൊരു കയറ് കെട്ടുക എന്നുള്ളൊരു ഫീൽ ചെയ്യേണ്ടതല്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുതിർന്നവരുടെ അനുഭവം അനുസരിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ തരും. അത് തന്തവൈബൊന്നുമല്ല, അത് തന്തസ്നേഹമാണ്, തള്ളസ്നേഹമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്പസ്വല്പമൊക്കെ തന്തവൈബ് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. കുട്ടികളിൽ അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് കുട്ടികൾ തമ്മിൽ അടിയിടുന്നത്, അല്ലെങ്കിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ള അക്രമവാസന ഉണ്ടാവുന്നത്? അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മോടൊപ്പം ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ മാനസികാരോഗ്യ വിദഗ്ധൻ CJ ജോൺ സർ ചേരുകയാണ്. സർ, എന്താണ് നമ്മൾ പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് കുട്ടികൾ പെരുമാറുന്നത്? അവിടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. അക്രമത്തിലൂടെ പ്രതികരിക്കാനുള്ളൊരു പരിസരം, ഒരു സാമൂഹിക പരിസരം നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികളും സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആ പരിസരത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്രമം നല്ലതല്ല, അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് വീടുകളിൽ നിന്നുണ്ടാകുന്നില്ല, വിദ്യാലയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു പരിസരം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ വിവേകമനുസരിച്ച് അവർക്ക് നൈരാശ്യം വരുമ്പോൾ, ഇച്ഛാഭംഗം വരുമ്പോഴൊക്കെ ഈ അക്രമത്തിനെ പുറത്തെടുക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൂപ്പെത്താത്ത തലച്ചോറുള്ള ജീവികളാണ്, പാകതയെത്താത്ത മനസ്സുള്ളവരാണ്. ഒരാളുടെ ജഡ്ജ്മെൻറ്റ്, അതായത് ശരി തെറ്റുകളെക്കുറിച്ച് തിരിച്ചറിയാനും തെറ്റ് ചെയ്യാതിരിക്കാനും ശരി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ചില ധാരണകൾ പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇതൊരു 22-23 വയസ്സാകുമ്പോഴാണ് അതിൻ്റെ വികാസം പൂർത്തിയാകുന്നത്. അപ്പം നമ്മളീ കാണുന്ന കുട്ടികളെല്ലാം തന്നെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വികസിക്കാത്ത, മനസ്സിന് പാകത എത്താത്ത, മൂപ്പെത്താത്ത തലച്ചോറുള്ള ആളുകളാണ്. ഇവരുടെ മുമ്പിലേക്ക് വീടുകളിൽ അക്രമങ്ങളുടെ മാതൃകകൾ ഉണ്ടാവുക, അച്ഛനമ്മയെ തല്ലുക, സിനിമകളിൽ അക്രമത്തിൻ്റെ ധാരാളിത്തം അവരുടെ കൺമുമ്പിലേക്ക് എത്തുക, മാതാപിതാക്കളും കൂടെ ഇരുന്ന് ആ അക്രമത്തിന് കൈയടിക്കുക. എന്തിന് നമ്മുടെ പൊതുജന സമരങ്ങളിൽ പോലും നമ്മുടെ നേതാക്കന്മാർ അക്രമത്തോടെ പെരുമാറുന്നത് ടെലിവിഷൻ സ്ക്രീനുകളിൽ കാണുന്നു. അതിനെ ശരിവൽക്കരിക്കുന്ന വലിയ വലിയ നേതാക്കളെയും കാണുന്നു. ഇതെല്ലാം ഈ മൂപ്പത്താത്ത തലച്ചോറിലേക്ക് എന്തുതരം സന്ദേശമാണ് എത്തിക്കുക. ഇടയ്ക്കൊക്കെ തല്ലാം. എന്നോട് കോർക്കാൻ വരുന്ന ഒരു സഹപാഠിക്കിട്ട് 2 കൊടുക്കാം. ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സാധിച്ചു തരാത്ത എൻ്റെ അമ്മയോ അച്ഛനെയോ നേരെ കൈ ഓങ്ങാം. ഈ തരം ചിന്തകളാണ് പലപ്പോഴും വരിക. ഇതിലേറ്റവും വലിയ തമാശ, ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഭൂരിപക്ഷം സ്കൂളുകളും പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഫ്ലക്സ് ആവേശം സിനിമയിലെ അമ്പാൻ്റെയും രംഗണ്ണനെയാണ്. ഒരു ജനപ്രീതി കിട്ടി എന്നുള്ളൊരു സിനിമ എന്നുള്ള മാനദണ്ഡത്തിൽ മാത്രമാണ് അത് വെച്ചത്.
പക്ഷെ അധ്യാപകർ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ സിനിമയിൽ കാണിക്കുന്ന ഉള്ളടക്കം എത്ര കണ്ട് കുട്ടികൾക്ക് സൗഹാർദ്ദപരമാണ് എന്നുള്ളൊരു വിവേകം അധ്യാപകരോ അത് വെച്ചവരോ ശ്രദ്ധിച്ചിട്ടില്ല. സത്യത്തിൽ മുതിർന്ന ആളുകളാണെങ്കിലും അവർക്ക് ആർക്കും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. കാരണം അതിൽ അക്രമങ്ങളെ വാഴ്ത്തപ്പെടുന്നുണ്ട്, ഗുണ്ടായിസത്തിനെ വാഴ്ത്തപ്പെടുന്നുണ്ട്, ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കണം എന്നുള്ള ചില സന്ദേശങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കോമിക്കലായിട്ട് കാണിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് ജനപ്രീതി കിട്ടി, അത് കുട്ടികൾക്കും ഇഷ്ടമായി. പക്ഷെ ആരും തിരുത്തി കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ തിരുത്തപ്പെടാതെ പോകുന്ന സങ്കല്പങ്ങളിൽ ഈ തരം പ്രതികരണങ്ങൾ ഉണ്ടാകാം. ഇനി കുട്ടികൾക്ക് സംഘർഷമില്ലേ, ഇച്ഛാഭംഗങ്ങളില്ലേ, നൈരാശ്യങ്ങളില്ലേ എന്നുള്ളൊരു ചോദ്യം ഇതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും സ്ട്രെസ്സിൽ പോകുന്ന ആളുകളാണ്. പഠനത്തിൻ്റെ ഭാരങ്ങളുണ്ട്. പുതിയ കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് പോലും ഉണ്ടാകാറുണ്ട്. അതിൽ നിന്ന് വരുന്ന സംഘർഷങ്ങളുണ്ട്. മറ്റ് അപകർഷതാബോധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മിക്കവാറും നമ്മുടെ കുട്ടികളെല്ലാം തന്നെ അത്ര സോഷ്യലാകേണ്ട ഒരു കാലഘട്ടത്തിലല്ല പോകുന്നത്. നമ്മുടെ ഒരു സൈബർ ലോകത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സാമൂഹികവൽക്കരണം, പ്രത്യേകിച്ച് മുഖാമുഖമുള്ള സാമൂഹികവൽക്കരണം. അപ്പം ഞാൻ പിയേഷുമായിട്ട് സംസാരിക്കുന്നു, പിയേഷിൻ്റെ ചിരി കാണുന്നു, ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പിയൂഷിൻ്റെ മുഖത്ത് കാണാം, ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതിനുമൊക്കെ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള വാലിഡേഷൻ നമ്മൾ തമ്മിലുള്ള മുഖാമുഖമുള്ള ഇൻട്രാക്ഷനിൽ കൂടെ കിട്ടുന്നുണ്ട്. ഇതത് വേണ്ട, ചാറ്റ് ചെയ്താൽ മതി. പിയൂഷുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ പിയൂഷിൻ്റെ മനസ്സിലിരിപ്പ്, എൻ്റെ വർത്തമാനത്തിനോടുള്ള മനസ്സിലിരിപ്പ് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതൊന്ന് ഒന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം ലഭിക്കാതെ പോകുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൈബർ ലോകത്തിലേക്ക് ഒതുങ്ങിയതോട് കൂടിയിട്ട് ആളുകളുമായിട്ട് മിണ്ടുകയും പറയുകയും ചെയ്യേണ്ട അവസരങ്ങൾ കുറഞ്ഞു വന്നു. 1. 2, എല്ലാ മനുഷ്യരിലും അക്രമവാസനയുണ്ട്. എൻ്റെ ഉള്ളിലും ഉണ്ടാകും. ഇടയ്ക്കൊക്കെ എനിക്ക് ആരെങ്കിലുമൊക്കെ തല്ലണമെന്നൊക്കെ തോന്നും. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ എൻ്റെ അനുഭവജ്ഞാനവും എൻ്റെ മുതിർന്നവർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാനതിനെ നിയന്ത്രിക്കുകയും അത് ചെയ്യാതിരിക്കുകയും മറ്റൊരു രീതിയിലേക്ക് തിരിക്കുകയും ചെയ്യും. അതിൻ്റെ ഭവിഷ്യത്തും നമുക്ക് മനസ്സിലാവും. സിനിമകളിൽ ഭവിഷ്യത്തേ ഇല്ല. ഭവിഷ്യത്തുകളൊന്നും ഇല്ലാതെ പോലീസ് പിടിക്കാതെ സ്ലോ മോഷനിൽ നടക്കുന്ന നായകനാണ് നമ്മുടെ വീരനായകൻ. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ധാരണയാണ് ഈ കുഞ്ഞു മനസ്സിൽ കയറുക. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ വീട്ടിലുള്ള പ്രായമായ ആളുകളുമായിട്ട് ഒരല്പനേരം വർത്തമാനം പറയുന്നു, മാതാപിതാക്കളുമായിട്ട് വർത്തമാനം പറയുന്നു, അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയുന്നു, അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നു. ഈ തരത്തിൽ വളർത്തപ്പെടുന്ന കുട്ടികൾക്ക് സഹാനുഭൂതി അല്ലെങ്കിൽ പരക്ലേശ വിഭാഗം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുള്ളൂ. മറ്റൊരാൾ കടന്നു പോകുന്ന ഒരു വിഷമത്തിനെ കുറിച്ചിട്ട് അറിയണ്ടേ. അതിൻ്റെ മേൽ ഈ തരം ബിംബങ്ങൾ, അക്രമത്തിൻ്റെ ബിംബങ്ങൾ കൂടി വന്നു ചേരുമ്പം ചിലപ്പം ഈ സഹാനുഭൂതിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഡിസമായിരിക്കും വളരുക. എല്ലാ കുട്ടികളും ഇങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിഭാഗം കുട്ടികൾ ഈ തരത്തിലേക്ക് പോകാറുണ്ട്. ആ കുട്ടികളെ പിന്തുണയ്ക്കുന്ന ഇത്ര കണ്ട് പ്രശ്നമില്ലാത്ത കുട്ടികളും ഉണ്ടാവും. ഒരു തമ്മിത്തല്ലുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു റാഗിങ് ഉണ്ടാകുമ്പോഴേക്കും അതിനെ നയിക്കുന്ന ഇത്തരം ഒരു വിഭാഗം കുട്ടികളുണ്ടാവും. അതിന് പിന്തുണ നൽകുന്ന, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, ഇത് കണ്ട് രസിക്കുന്ന വേറൊരു കൂട്ടം ആളുകളും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ശരിവൽക്കരിക്കപ്പെടുകയാണ്. പിന്നെ ഈ അക്രമവാസനകളെ ചാനലൈസ് ചെയ്യുന്ന പലതും ഇപ്പോൾ കുട്ടികൾക്ക് നഷ്ടമായിട്ടുണ്ട്. ബദൽ പ്രവൃത്തികൾ കുറേയൊക്കെ നല്ല സ്പോർട്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വയലൻസൊക്കെ കുറേ അതുവഴി അങ്ങ് ഒഴുകിപ്പോവും. കായികമായിട്ടുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചാനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു പൊന്തുന്ന അഗ്രഷനെ അത് ചാനലൈസ് ചെയ്യുകയാണ്, കൺസ്ട്രക്റ്റീവായിട്ട് ചാനലൈസ് ചെയ്യാണ്. ആ തരം ചാനലൈസേഷനൊന്നുമുള്ള യാതൊരു അവന്യൂസും വരുന്നില്ല എന്നുള്ളതും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം കുട്ടികളുടെ മുമ്പിൽ അവർക്കൊരു നൈരാശ്യമുണ്ടാകുമ്പോൾ, ഇച്ഛാഭംഗം ഉണ്ടാകുമ്പോൾ, അവർക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിനോട് നോ പറയുമ്പോൾ, അതൊരു റിലേഷൻഷിപ്പായിരിക്കാം, ഒരു ഫ്രണ്ടായിരിക്കാം, അതും അല്ലെങ്കിൽ വീട്ടിൽ
ചോദിച്ച മൊബൈൽ ഫോണായിരിക്കാം, ഏത് തരത്തിലുള്ള ആ തരത്തിലുള്ള ഇച്ഛാഭംഗങ്ങളും ഉണ്ടാവുമ്പം അവൻ്റെ മുമ്പിൽ എന്താ മാതൃകയുള്ളത്? എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും കൊടുക്കടാ ഒരു അടി എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മാതൃകയാണ് അവരുടെ മുമ്പിലേക്ക് എത്തുക. അവരത് പ്രയോഗിക്കുന്നു. സത്യത്തിൽ കുട്ടികൾ ഇരകളാണ്. നമ്മൾ ഈ മുതിർന്ന ആളുകൾ അവരെ മര്യാദയ്ക്ക് മാർഗനിർദ്ദേശം നൽകി ഇത്തരം സംഭവങ്ങളിൽ സ്നേഹപൂർവ്വം ഇതെല്ലാം നല്ല മാതൃക എന്ന് പറഞ്ഞു കൊടുക്കുകയും നല്ല മാതൃകകളെ പരിചയപ്പെടുത്തുകയും ചെയ്യാത്ത നമ്മൾ മുതിർന്നവരുടെ ഭാഗത്തുള്ള ഒരു ഭീകരമായ തെറ്റിൻ്റെ പരിണിത ഫലങ്ങളാണ് കാണുന്നത്. അല്ല സാർ, അപ്പം ഈ കുട്ടികളെ പണ്ട് നമുക്ക് തല്ലി വളർത്താമായിരുന്നു. അപ്പോൾ അധ്യാപകരാണെങ്കിൽ വടിയെടുത്ത് 2 കൊടുക്കും, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ. വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിയമം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കുട്ടികളെ തല്ലാൻ പാടില്ല. ആ ഒരു നിയമം അങ്ങനെ വന്നതുകൊണ്ട് അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? കുട്ടികളെ നമുക്കൊന്ന് നേരെ ചൊവ്വെ വളർത്താൻ ആ ഒരു അടി കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കൂ, അടി എന്ന് പറയുന്നത് ഒരു കുറുക്കുവഴിയാണ്. ഒരു 100 സംഭവങ്ങളിൽ മുതിർന്ന ഒരാൾ കുട്ടിയെ അടിക്കുന്ന സാഹചര്യം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ 95% സാഹചര്യങ്ങളിലും അതൊരു തിരുത്തൽ എന്നുള്ള രീതിയിലല്ല പ്രയോഗിക്കപ്പെടുന്നത്. പീയൂഷ് ഒരു കുട്ടിയാണെങ്കിൽ, എൻ്റെ കുട്ടിയാണെങ്കിൽ പീയൂഷ് ഒരു വികൃതി കാണിച്ചു കഴിഞ്ഞാൽ ആ വികൃതിയോട് എനിക്ക് ദേഷ്യം വന്നിട്ട് എൻ്റെ ദേഷ്യത്തിൻ്റെ പ്രകടനമായിട്ടാണ് വരുന്നത്. ഈ ദേഷ്യത്തിൻ്റെ പ്രകടനം എന്നുള്ള നിലയിൽ ഞാൻ പീയൂഷിനെ അടിക്കുമ്പോൾ എന്താണ് പീയൂഷ് ചെയ്ത തെറ്റ് എന്നുള്ളത് പറയാനുള്ള ക്ഷമ എനിക്ക് പോകും. എന്തുകൊണ്ടിത് ആവർത്തിക്കരുത് എന്ന് ബോധവൽക്കരിക്കാനുള്ള ആ ഒരു സാവകാശം എനിക്ക് നഷ്ടമാവും. എന്നെ നയിക്കുന്ന ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീയൂഷ് തെറ്റ് ചെയ്തു, പീയൂഷിന് 4 അടി കൊടുത്തു, അപ്പോൾ അവന് മനസ്സിലായി എന്തോ ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത്. അതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അടിക്കുള്ളൊരു വലിയ ന്യൂനത അതാണ്. പല അടികളിലും ഇങ്ങനെയാണ് അടി ആവിഷ്കരിക്കപ്പെടുന്നത്. നമുക്കിപ്പോൾ പൊതുസമരങ്ങളിലൊക്കെ കാണാവുന്നതാണ്. എങ്ങനെയാണ് അവരടിക്കുന്നത്? തലങ്ങും അടിക്കും. അതേ പാറ്റേണിൽ തന്നെയാണ് അടി പ്രയോഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടി ശാന്തമായി, അധികം നോവിക്കാതെ, തെറ്റിനെക്കുറിച്ച് ബോധവൽക്കരിച്ച് പീയൂഷി ചെയ്തത് അനഭിമതമായിട്ടുള്ളൊരു കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ഇന്ന കാരണം കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്, അതിന് ഒരു ചെറിയ പ്രത്യാഘാതം, ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ വേദന ഞാൻ നിനക്ക് തരികയാണ്. വലിയ വേദനയൊന്നുമല്ല, പക്ഷെ നീ ഓർക്കണം, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ വേദന സഹിക്കേണ്ടതെന്ന് ഓർക്കണം എന്നുള്ള രീതിയിൽ ഇത് നടപ്പിലാക്കുന്ന ആൾ കലിതുള്ളാതെ ബുദ്ധിപരമായി ആ സ്നേഹം വിടാതെ, നീ ചെയ്ത ഈ പ്രവൃത്തിയാണ് കുഴപ്പം, പക്ഷെ നീ നല്ല മിടുക്കനായിട്ടുള്ള പയ്യനാണ്, അല്ലെങ്കിൽ മിടുക്കനായിട്ടുള്ള മകളാണ്, എന്തെല്ലാം കഴിവുകൾ നിനക്കുണ്ട്, നീ മാർക്ക് വാങ്ങിയിട്ടുണ്ട്, നീ പാട്ട് പാടുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ കാണിച്ച ഈ പൈസ വീട്ടിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നൊരു സംഭവം അത് തെറ്റാണ് മോളെ, അത് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് മൊത്തത്തിൽ കുട്ടിയെ താഴ്ത്തി കെട്ടാതെ സ്നേഹപൂർവ്വം നടത്തുന്ന വടിപ്രയോഗത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വടിപ്രയോഗം അനുവദിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ അടി പോലെയാവും. അതുകൊണ്ടാണത് തടയപ്പെടുന്നത്. വടി എന്ന് പറയുന്ന ഒരു ആശയത്തിനോടുള്ളൊരു അതുകൊണ്ടല്ല, പ്രയോഗം വരുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന പോലീസിൻ്റെ പ്രയോഗവും ഒക്കെ ആ രീതിയിലേക്ക് മാതാപിതാക്കൾ പോവുകയും ഇതൊരു അധീശത്വത്തിൻ്റെ പ്രകടനമായിട്ട് വരും. ഞാൻ അപ്പൻ, അവൻ മകൻ അല്ലെങ്കിൽ മകൾ, അവൾ തല്ലുകൊള്ളേണ്ടതാണ് എന്നുള്ള രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഗാർഹിക പീഡനത്തിലും അതാണല്ലോ, ഞാൻ ഭർത്താവ് ഭരിക്കുന്നയാൾ ഭാര്യയ്ക്കിട്ട് 2 പൂശുക എന്ന് പറയുന്നത് എൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തിരുത്തൽ ശക്തി കുറയും. നേരെ മറിച്ച് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ കുട്ടി പുറത്തു പോയിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചോളൂ, അവനോട് പറയാണ്, മോനെ ഈ ചെയ്ത് വീട്ടിൽ നിന്ന് പൈസ എടുത്തത് ശരിയായില്ല, ഞങ്ങളോട് ചോദിക്കാതെ, ഇത് തെറ്റാണ്, ഒരു കാരണവശാലും നീ ഇത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ വേറെ സ്ഥലത്തുനിന്ന് എടുക്കും, അപ്പോൾ അതുകൊണ്ട് ഇതൊരു തെറ്റാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രത്യാഘാതം സെറ്റ് ചെയ്യുകയാണ്. നീ മിടുക്കനാണ്, നിനക്ക് ഒരുപാട് കഴിവുണ്ട്, അതിലെല്ലാം നമുക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് നീ 2 ദിവസം കളിക്കാൻ പോകുന്നില്ല
ഇത് ഓർക്കാൻ. അതുപോലെ ആ കുട്ടി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും, ആ കുട്ടി വളരെ പാഷനറ്റായിട്ട് ആസ്വദിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യം 2 ദിവസത്തേക്ക് വിലക്കുന്നത് ഒരുപക്ഷെ അതിനായിരിക്കാം കൂടുതൽ ശക്തി. മനസ്സിലായി? അടിയേക്കാളും. അടി കിട്ടുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്നതെന്ന് ചില കുട്ടികളുടെ മനസ്സിലെങ്കിലും വരുന്നത്, ആ മറ്റൊരാൾ എന്നോട് ഇത് കാണിച്ചാലും ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് തോന്നും. അതെന്തൊരു അപകടമാണ്. എന്നോട് അപ്രിയമായിട്ട് വേറൊരാൾ പെരുമാറിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് ചെയ്തത് ഇതാണ്, അതാണ് അവനും കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലേക്ക് അതിനെ സാമാന്യവൽക്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇത് വളരെ ലാഘവബുദ്ധിയോടെ ആളുകൾ പറയാറുണ്ട്. ഈ വടി തിരിച്ചു തരൂ, ഞങ്ങൾ പള്ളിക്കൂടങ്ങൾ നേരെയാക്കാം എന്നൊക്കെ പറയുന്ന ഒരു പ്രവണതയുണ്ട്. അടിയോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ നടപ്പിലാക്കലിനോട് ഞാൻ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇത് പോലീസിൻ്റെ അടി പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെയുള്ളൊരു പ്രയോഗമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. ഈ വീടുകളിൽ മാതാപിതാക്കളുടെ ഇടപെടലുകൾ എത്രത്തോളം കുട്ടികളെ ഇങ്ങനെ വഷളന്മാരാക്കുന്നുണ്ട്? ഇതിൽ നമ്മുടെ ഒരു സംസ്കാരത്തിൽ നമ്മൾ കാണുന്നൊരു വലിയ ന്യൂനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയൊക്കെ നമ്മുടെ കുട്ടികൾ അമിത സംരക്ഷണത്തിൻ്റെ ഒരു തണലിൽ വളരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ ഈ കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുമില്ല. ഈ കുട്ടികൾ ഇങ്ങോട്ട് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കുക, അവർക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക, ഒന്നിനെയും വിധിക്കാതെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുക, അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവളുടെ മനസ്സ് മനസ്സിലാക്കുക, ആ തരത്തിലുള്ളൊരു തുറന്ന ആശയവിനിമയത്തിനുള്ള സമയം കൊടുക്കാതെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് തികച്ചും ഒരു ഭൗതികമായിട്ടുള്ള തലത്തിൽ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തലത്തിലുള്ളൊരു വളർത്തലിൻ്റെ രീതിയിലേക്കാണ് നമ്മുടെ വളർത്തൽ അധപതിച്ചു പോയിട്ടുള്ളത്. പേരൻറ്റിങ് എനിക്ക് തോന്നും ഈ പരിസ്ഥിതി നാശം പോലെ തന്നെ ഒരു നാശം സംഭവിച്ചിട്ടുള്ളൊരു കലയാണ് ഇന്നത്തെ കാലത്ത് ഈ വളർത്തൽ എന്ന് പറയുന്ന സംഗതികൾ. അതിന് പുറമേ വരുന്നൊരിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലരെങ്കിലും അല്പം നിയന്ത്രണമൊക്കെ പാലിക്കണം എന്നൊക്കെ തോന്നും. സത്യത്തിൽ നമ്മുടെ കുട്ടികളുടെ മേൽ അത്ര നിയന്ത്രണം മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ ഭാഗത്തു നിന്ന് വരരുത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലോബികൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തന്തവൈബ്, അമ്മാവൻ കോംപ്ലക്സ് എന്ന് തുടങ്ങിയിട്ടുള്ള ചില പ്രചരണങ്ങളും. തന്തവൈബ് വേണ്ടേ? ക്രിയാത്മകമായിട്ടുള്ള രീതിയിലുള്ള തന്തവൈബ് വേണം. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? തന്തവൈബ് വേണ്ട, തന്തവൈബ് മോശമാണ്, അല്ലെങ്കിൽ തള്ളവൈബ് മോശമാണ്. അതെ, അമ്മാവൻ സിൻഡ്രോം. അപ്പം നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ കുട്ടികളെ നേർവഴി നടത്താനും ഈ തരത്തിലുള്ള ഛിദ്രവാസനകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെയെല്ലാം നമ്മളിപ്പോൾ ഒരു പരിഹാസത്തിൻ്റെ രീതിയിൽ ഇതൊന്നും വേണ്ട എന്ന് ഉള്ള രീതിയിലേക്കുള്ളൊരു പ്രചരണത്തിലേക്ക് പോകുന്നത് ആരുടെ ലക്ഷ്യങ്ങൾ തീർക്കാനാണ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഇത്തരം വൈബുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും ഈ കുട്ടികളുടെ മേൽ കുത്തിവയ്ക്കാൻ പറ്റും. ഒരു ലഹരി മാഫിയയ്ക്ക് കടന്നു കയറാനായിട്ടുള്ള ഏറ്റവും അനുകൂല സാഹചര്യം തന്തവൈബില്ലായ്മയും തള്ളവൈബില്ലായ്മയും അല്ലെങ്കിൽ അമ്മോൻ കോംപ്ലക്സ് ഇല്ലായ്മയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. ഒരു പരിധി വിട്ടിട്ട് കുട്ടിയുടെ ഒരു ഓട്ടോണമി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മുഴുവനായി വിഴുങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും കടന്നു കയറി ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള എക്സ്ട്രീം ഡിഗ്രി ഓഫ് തന്തവൈബും തള്ളവൈബും അമ്മാവൻ കോംപ്ലക്സൊക്കെ അപകടം തന്നെയാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ ഇത് വേണം. അതില്ലാത്തൊരു ശൈലി പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ആളുകളിത് ഗൗരവമായിട്ട് ആലോചിക്കുന്നുമില്ല. ഈ പറച്ചിൽ പറയുമ്പോൾ എല്ലാവരും അതിൻ്റെ ആ ഒരു ഓളത്തിൽ കൈയടിച്ച് അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പം പീയൂഷെന്ന് ആലോചിക്കുക, ഇപ്പം തന്തവൈബ് വേണ്ട, തള്ളവൈബ് വേണ്ട, അമ്മാവൻ കോംപ്ലക്സ് വേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിനെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ കുട്ടികൾ കാര്യങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ആർജിച്ചിട്ടുണ്ടോ? ഒരു വെസ്റ്റേൺ സൊസൈറ്റി ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പം എത്ര കുട്ടികൾ 14-15 വയസ്സിൽ ഏൺ വൈൽ ദേ ലേൺ ചെയ്യുന്നുണ്ട്?
പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം അവരുടെ ചിലവ് മാക്ഡൊണാൾഡിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയോ നിന്ന് അത്യാവശ്യം അവരുടെ വരുമാനം ഉണ്ടാക്കുന്ന എത്ര കുട്ടികളുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ ചില പെരുമാറ്റ രീതികളിൽ നിയന്ത്രിക്കുമ്പോൾ മാത്രം അവർ പുറത്തെടുക്കുന്ന കാർഡാവുകയും, എന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പനല്ലേ ഞങ്ങളെ സഹായിക്കണ്ടേ, അമ്മയല്ലേ ഞങ്ങളെ സഹായിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ആശ്രയത്വത്തിൻ്റെ അതേ ഇന്ത്യൻ രീതികളിലേക്കും തിരിച്ചു വരികയും ചെയ്യും. പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് നിങ്ങൾ തരണം, ഞങ്ങളവിടെ പോയിട്ട് മാക്ഡൊണാൾഡിലോ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തോളാം, അതിനുള്ള കാശ് തരണം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും എത്രയോ മാതാപിതാക്കളെ എനിക്കറിയാം അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, കാരണം അവിടെ പോയി പണിയെടുക്കാൻ വയ്യ, മനസ്സിലായില്ല. അപ്പം സ്വാതന്ത്ര്യബോധം എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളോട് കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോട് കൂടിയിട്ടുള്ള ബോധമാണ്. നമ്മുടെ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല മാതാപിതാക്കളും നമ്മുടെ കുട്ടികളെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു ജീവിത നിലവാരം എന്താണോ അതിന് മേലിലുള്ള ഒരു സാമ്പത്തിക സാമൂഹിക പരിസരം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ ഈ ചെരുപ്പിടുമ്പം ഇതിൻ്റെ 10 ഇരട്ടി വിലയുള്ള ചെരുപ്പായിരിക്കും എൻ്റെ മകന് ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ പള്ളിക്കൂടത്തിൽ പോകുമ്പം മറ്റുള്ള കുട്ടികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മോശക്കാരനാണെന്ന് തോന്നിരുന്നത്. ഇതവൻ്റെ മനസ്സിലേക്ക് വളരെ കപടമായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്വയം മതിപ്പാണ് കുത്തിവെക്കുന്നത് പല കുട്ടികളിലും. ഇത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, നോക്കൂ നമുക്ക് ഇത്രയൊക്കെ വരുമാനമുള്ളൂ, പക്ഷേ നീ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് നീ കുറച്ചുകൂടെ മറ്റു കുട്ടികളുടെ മുമ്പിൽ അവരുടെ ഒപ്പം നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്നൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിൽക്കുന്ന തറ മറക്കില്ല, മനസ്സിലായില്ലേ. പല കുട്ടികളും അവർ നിൽക്കുന്ന തറ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരുന്നത്. തീർച്ചയായിട്ടും. അല്ല, അതിനാ കുട്ടികൾ ഉത്തരവാദികളല്ലെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലായില്ല. അതിനാ കുട്ടികളല്ല ഉത്തരവാദികൾ, മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ ദുരഭിമാനമാണ് ഈ കുട്ടികളെ ഈ രീതിയിലേക്ക് ഉള്ള ഒരു പ്രൊജക്ഷനിലേക്ക് വരുന്നത്. നമ്മുടെ എറണാകുളത്തുള്ളൊരു മുന്തിയ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞതാണ്. അയാൾക്കുള്ളത് ഒരു ചെറിയ കാറാണ്. മകൻ പറഞ്ഞു അത്രേ, അച്ഛൻ കാറ് പുറത്തിട്ടിട്ട് നടന്നു വന്നാൽ മതി, അച്ഛൻ ഈ കാറകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അയാളത് കൃത്യമായിട്ട് അനുസരിക്കുകയാണ്, മനസ്സിലായില്ലേ. ആ സ്കൂളിൻ്റെ പുറത്ത് വണ്ടി ഇട്ടിട്ട് അയാൾ നടന്നു പോയിട്ടാണ് ഈ പയ്യനെ വിളിച്ചുകൊണ്ട് വരണേ. ആ പയ്യൻ അവിടെ ആ സ്കൂളിൽ എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നതിന് എൻ്റെ അച്ഛന് BMW കാറാണെന്നാണോ അല്ലെങ്കിൽ മേഴ്സിഡസ് ബെൻസ് ആണെന്നോ ഉള്ള പൊങ്ങച്ചാണോ ഇറക്കിയേക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഈ മനുഷ്യൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുണ്ടാക്കിയിട്ടുള്ളൊരു സാമൂഹിക പരിസരമാണ്, അതിൻ്റെ വിലയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ തരത്തിലല്ല കുട്ടികളെ വളർത്തേണ്ടത്. അവർ തറയറിഞ്ഞ് വളരണം, അവർക്ക് നോ പറയാൻ പഠിക്കണം, നോ സ്വീകരിക്കാനും പഠിക്കണം, മനസ്സിലായില്ലേ. കാരണം ഇപ്പം നോ ജീവിതത്തിൽ എപ്പോഴും വീട്ടുകാർ ചെയ്യുന്ന മാതിരി ഒന്നിനും നോ കിട്ടാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. നാളെ പോയിട്ട് അവനൊരു കാമുകി ഉണ്ടാവുകയാണെങ്കിൽ ആ കാമുകി 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നോ പറഞ്ഞു എന്ന് വരും. ആ നോയിനെ സ്വീകരിക്കാൻ പഠിക്കണം, ആദരവോടെ സ്വീകരിക്കാൻ പഠിക്കണം, അത് അവളുടെ റൈറ്റാണെന്ന് ചിന്തിക്കാൻ പഠിക്കണം. അത് ചിന്തിക്കാൻ പഠിക്കാതെ അവൻ ഉടനെ കത്തിയെടുത്തിട്ട് അവളെ കുത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 14 വയസ്സായാലും 15 വയസ്സായാലും കുത്ത് തന്നെയല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അക്രമത്തിൻ്റെ ഒരു ത്രഷോൾഡ് കുറഞ്ഞിട്ടുണ്ട് കുട്ടികളിൽ. അത് സോഷ്യലൈസേഷൻ്റെ ഒരു അഭാവം ഉണ്ട് അതിൽ. ഈ പറഞ്ഞ മാതിരി അസോഷ്യലായിട്ട് ഒരു സൈബർ ലോകത്തിൽ ഡിജിറ്റൽ നേറ്റീവായിട്ട് ജീവിച്ചതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരാധീനതകളുണ്ട്. ഫ്രസ്ട്രേഷൻ ടോളറൻസ് കുറഞ്ഞിട്ടുണ്ട്, നോ സ്വീകരിക്കാൻ അറിയാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കുട്ടികൾ ഒരു ഗ്രൂപ്പിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രത്യേകിച്ചും അക്രമം എന്ന് പറയുന്നത് ഒരു വിനോദോപാധിയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. സ്കൂളിൽ നിന്ന് ഇറങ്ങിയ അപ്പം ഇടി. അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ എന്താ കാണിക്കുന്നത്? ദാറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ് കമ്പോണൻറ്റ്. പ്രണയം പോലെയോ അല്ലെങ്കിൽ ഒരു ഹാസ്യം പോലെയോ ഒക്കെ ഒരു വിനോദോപാധിയായിട്ടാണ് ആളുകളുടെ കൈ വലിച്ചു കീറുകയും
ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇടിച്ച് കൊച്ചിനെ തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള സിനിമകൾ നിരോധിക്കപ്പെടണം. അത് നിരോധിക്കപ്പെടുക എന്നുള്ളതല്ല, അത് അങ്ങനെയുള്ള രംഗങ്ങൾ പാടില്ല. കാരണം ഇത് കാണുന്നത് ഇന്നത്തെ കാലത്തുള്ളൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടത് അത് 18 വയസ്സിന് മീതെയുള്ള ആളുകൾ മാത്രം കാണുന്ന സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. കാരണം OTT വന്നു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലായി. നമ്മുടെ ടെലിവിഷനിലേക്ക് OTT വന്നാൽ അത് യൂണിവേഴ്സലായി. അപ്പോൾ ഒരു സെൻസറിങ് വരുമ്പം അത്തരം പരിഗണനകളോടെ വേണം. അല്ലാതെ അത് മാതാപിതാക്കൾ നോക്കേണ്ടതായിരുന്നു. ആ പിള്ളേരെ എന്തിനാണ് കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ പരിഗണനകളോടെ സെൻസർ ബോർഡ്, പുതിയ കാലത്തെ സെൻസർ ബോർഡ് പരിഗണിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം മീതെ ഈ അക്രമത്തിനെ ശരിവൽക്കരിച്ചിട്ടുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയാറില്ല. കാരണം ഈ ഒരു പൊതുസമരത്തിൽ പൂച്ചട്ടി കൊണ്ടടിച്ച് നമ്മളെല്ലാവരും കണ്ടൊരു വിഷ്വലിനെ അത് രക്ഷാപ്രവർത്തനം എന്ന് നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തി പറയുമ്പം അത് സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ ഒരു സെലിബ്രിറ്റി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണ്. മനസ്സിലായി? ഏതാണ്ട് അതിന് തുല്യമാണ്. അതൊരു വലിയ ഡാമേജാണ്. അതൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. അതിപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പൊളിറ്റിക്കൽ ഓളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിന് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് എന്നുള്ളത് ആഫ്റ്റർ എഫക്റ്റ് വലുതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാണ്. അങ്ങനെ അതൊരു പ്രോഡക്റ്റ് എൻഡോഴ്സ്മെൻ്റ് ആണ്, ഒരു പ്രവൃത്തിയുടെ എൻഡോഴ്സ്മെൻ്റ് ആണ്, ഒരു തരം പ്രതികരണ ശൈലിയുടെ. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു പ്രവൃത്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെയോ പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു പരസ്യത്തിലൂടെ വാഴ്ത്തുന്നതിന് സമാനമായിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതെല്ലാം കൂടി ചേരുമ്പം നമ്മുടെ സാമൂഹിക പരിസരം മോശമാണ്. അതിന് മുതിർന്നവർ ഉത്തരവാദികളാണ്. ആ സാമൂഹിക പരിസരത്തിനെ ഒന്നാകെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമ്മളീ പറയുന്ന പ്രശ്നങ്ങൾ, ഈ കുട്ടികളിൽ കാണുന്ന അക്രമങ്ങൾ, കുട്ടികളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ലഹരി പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് വെല്ലുവിളിയാവുന്നൊരു കാര്യം, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകളിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാനസിക വിഷമങ്ങളുണ്ടാവും, അവരുടെ കുടുംബ സാഹചര്യത്തിലെ പ്രശ്നങ്ങളുണ്ടാവും, അതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പരിഹരിക്കാമായിരുന്നു. ഇപ്പം ബഹുഭൂരിപക്ഷം ആളുകളും റിക്രിയേഷണലായിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഒന്ന് ത്രില്ലടിക്കാൻ, ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഓഫീസ് അവധിയുള്ള ദിവസങ്ങളിൽ പോയിട്ട് ഒരു പാർട്ടി നടത്തുക, ആ പാർട്ടിയുടെ കൂടെ തുള്ളിച്ചാടുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു പദാർത്ഥം എന്നുള്ള രീതിയിലാണ് ഇത് ശരിവൽക്കരിച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പം ഞങ്ങൾ വല്ലപ്പോഴല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഈ വല്ലപ്പോഴും ഉപയോഗിക്കുന്നവരിലൊരു 10% പേര് പെടുക, അതവർ കാണുന്നില്ല. അപ്പം വ്യാപകമായിട്ടുള്ളൊരു രീതിയിൽ ലഹരി പദാർത്ഥങ്ങളെ ശരിവൽക്കരിക്കുന്ന ഒരു പരിസരം നമ്മുടെ സാഹചര്യത്തിലുണ്ട്. കഞ്ചാവൊക്കെ വലിക്കുന്ന പിള്ളേർ തർക്കിക്കും. USA എത്ര സ്റ്റേറ്റുകളിലാണിത് നിരോധിക്കാതെ ഇത് അനുവദിച്ചേക്കുന്നത്. നമ്മുടെ ഇവിടെയും മദ്യം അനുവദിച്ചിട്ടില്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ടാക്സ് കിട്ടാൻ. ഇതെന്ത് ദോഷം ഉണ്ടാക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ പരിഗണന ഒരു ലഹരി പദാർത്ഥം ഒരു സ്റ്റേറ്റ് അതിന് അനുവാദം കൊടുക്കുമ്പം അതിൻ്റെ ശാസ്ത്രീയതയോ അല്ലെങ്കിൽ അത് തലച്ചോറിലോ മനസ്സിലോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അല്ലല്ലോ അതിൽ പരിഗണിക്കുക. അതിൽ നിന്ന് കിട്ടാവുന്ന ഇൻകമാണ്, മനസ്സിലായില്ലേ? പണമാണ്, മനസ്സിലായി. അതൊന്നും ഈ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എന്താ ഇവിടെ പ്രശ്നം, ഇവിടെ ഞങ്ങളോട് ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ എന്താ കാര്യം എന്ന് ചോദിക്കും. എങ്ങനെ ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും? അതിന് എന്ത് മാർഗമാണുള്ളത്? ഇതിൽ എല്ലാ ശ്രേണിയിലും പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മ വേണ്ടി വരും. ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അധ്യാപകർക്ക് പേടിയാണ് കുട്ടികളെ വഴക്ക് പറയാൻ. എങ്ങാനും വല്ല കടുങ്കയും ചെയ്താലോ എന്നുള്ളതാണ്. പാലക്കാട് കണ്ടതാണ്. അതെ. രണ്ടാമത്തെ കാര്യം, കുട്ടിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയുണ്ട്. ഒരുപാട് മാതാപിതാക്കൾക്ക് ഇപ്പോഴും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. ഇവരെ രണ്ട് തട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ
ഇത് പരിഹരിക്കാൻ പറ്റില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ കുട്ടികളും പള്ളിക്കൂടത്തിൽ പോകുന്നവരാണ്, കോളേജുകളിൽ പോകുന്നവരാണ്. അപ്പോൾ കോളേജുകളെയും പള്ളിക്കൂടങ്ങളെയും ടാർഗറ്റ് ചെയ്തിട്ട് മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ കൊളാബറേറ്റീവായിട്ട് പരസ്പര പൂരകമായിട്ട്, അന്യോന്യം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ എന്നുള്ള രീതിയിലുള്ളൊരു കുറ്റപ്പെടുത്തലൊന്നും ഇല്ലാതെ നിങ്ങളുടെ കുട്ടി വീട്ടിൽ എങ്ങനെയാണ്, നല്ല ഗുണങ്ങൾ പറയൂ, പോരായ്മകൾ പറയൂ, സ്കൂളിൽ ഇങ്ങനെയാണ്, ഇന്ന പ്രശ്നങ്ങളുമുണ്ട്, നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒത്തൊരുമിച്ച് എന്തൊക്കെ ചെയ്യാം, ഒരു പ്ലാൻ ചോക്ക് ഔട്ട് ചെയ്യുക. ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ എടുക്കും, മനസ്സിലായില്ലേ? ചിലപ്പം സക്സസ്ഫുൾ ആയേക്കാം. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ചിലപ്പോൾ വേറൊരു പ്ലാൻ ആയിരിക്കും അതിൽ വർക്ക് ചെയ്യുക. ഒരു പ്രശ്നക്കാരനായിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ പൊതുവിൽ ചെയ്യുന്നൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒരു കുരുത്തം കെട്ടവനായിട്ടങ്ങ് ലേബൽ ചെയ്യും. ഈ കുരുത്തം കെട്ടവന് ഒരുപാട് നന്മകളുണ്ടാവും, ഒരുപാട് കഴിവുകളുണ്ടാവും. പരിപാടി ആസൂത്രണം ചെയ്യിപ്പിച്ച് അതിഭംഗിയായി ചെയ്യുന്ന ഒരാളായിരിക്കാം, അതിനെയൊന്നും ചാനലൈസ് ചെയ്യില്ല. കുരുത്തം കിടാത്ത ചില ആളുകളെ മാത്രം അത് ഏൽപ്പിക്കും. അപ്പോൾ അവനെയും ഒരു പാർട്ടിസിപ്പേറ്ററി ഇൻക്ലൂസീവ് പ്ലെയിനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ കൊണ്ടുവന്ന് വേണം ഇവൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ. അവിടെയാണ് ഈ കൊളാബറേഷൻ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ആ തരത്തിലുള്ളൊരു കൊളാബറേഷൻ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ വീണ്ടെടുക്കേണ്ടതുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു കൂട്ടായ്മ, എസ്പെഷ്യലി ഒരു 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 അല്പസ്വല്പം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുരുത്തം കെട്ടൊന്ന് ലേബൽ ചെയ്യല്ല വേണ്ടത്. പല കഴിവുകളുള്ളൊരു കുട്ടിക്ക് ചില ന്യൂനതകളുണ്ട്. ആ ന്യൂനത പരിഹരിക്കാനും അവൻ്റെ കഴിവുകളെ പോഷിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മ. ഒരു ക്ലാസ് മുറിയിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ 3 കുട്ടികളോ 5 കുട്ടികളോ ഇത്തരം പ്രശ്നമുള്ളവരുണ്ടാവുള്ളൂ. ഈ 5 കുട്ടികളെ സംരക്ഷിക്കാനല്ലെങ്കിൽ അവരെ തിരുത്താനല്ലെങ്കിൽ പിന്നെ എന്തിനു നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം? ബാക്കിയുള്ളവരെന്തായാലും അവർ സ്വയം രക്ഷിച്ചോളും, ഇല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗിയേർഡ് ആവേണ്ടത് ഒരു പക്ഷേ ഭാവിയിൽ തല്ല് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇതുപോലെ നഞ്ചക്ക് കൊണ്ട് അടിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാവണം. ആ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത്. ആ രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റത്തിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ചുറ്റുമുള്ള പരിസരങ്ങളിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ വേണം. കഞ്ചാവിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ പെനിട്രേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള വാച്ച് കമ്മിറ്റികൾ സമൂഹത്തിൽ നിന്ന് തന്നെ വേണം. പല മാതൃകകളും ഇപ്പോൾ പത്രത്തിലൊക്കെ വരുന്നുണ്ട്. പല ഗ്രാമങ്ങളിലും അത്തരം ഗ്രൂപ്പുണ്ടായിട്ട് അത് സക്സസ്ഫുൾ ആയി എന്നൊക്കെ കാണുന്നുണ്ട്. ആ മാതൃകകളെല്ലാം സ്കൂളുമായിട്ട് ചേർന്ന് അത്തരം പ്രവൃത്തികൾ വേണ്ടി വരും. ആൻഡ് കുട്ടികളുടെ കഴിവുകളെ അംഗീകരിക്കണം. അംഗീകരിച്ചുകൊണ്ട് ന്യൂനതയെ പരിഹരിക്കാൻ പോയാൽ മാത്രമേ അതിൽ സക്സസ് ആവുകയുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് അറിവുണ്ട്. നമ്മളൊക്കെ താരതമ്യപ്പെടുത്തുമ്പം അവരുടെ നോളജ് ബേസ്, അവരുടെ ഇൻ്റർനെറ്റ് സ്കിൽസ് ഇതെല്ലാം വളരെ അപാരമാണ്. നമ്മളെ വളരെ കൃത്യമായിട്ട് നമ്മളെ വട്ടം കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിടുക്കുകളൊക്കെ അവർക്കുണ്ട്. കുറച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടി വരും. ചിലപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ തിരക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം അവരുടെ മേലൊരു കയറ് കെട്ടുക എന്നുള്ളൊരു ഫീൽ ചെയ്യേണ്ടതല്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് സ്വയം എവോൾവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ മുതിർന്നവരുടെ അനുഭവം അനുസരിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ തരും. അത് തന്തവൈബൊന്നുമല്ല, അത് തന്തസ്നേഹമാണ്, തള്ളസ്നേഹമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്പസ്വല്പമൊക്കെ തന്തവൈബ് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് എന്താ ഇനിഷ്യേറ്റീവ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്? അല്ല, ഇതിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആത്മഹത്യാ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, മൈത്രി. 30 വർഷമായി ഇപ്പോൾ, ഒരു ഹെൽപ്പ് ലൈനാണ്. അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ ഇതിൽ ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള അധ്യാപകർ, പല ശ്രേണിയിലുള്ള ആളുകൾ, എക്സൈസിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഒരു 100 പേരുടെ ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ചാനൽ മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് പറയുന്നത്. നമ്മൾ പ്രശ്നത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്താണ് ഇതിന് പരിഹാരം? നമ്മുടെ കുട്ടികളെ എങ്ങനെ രക്ഷിക്കാം? ലഹരിയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം? ഈ തരത്തിലുള്ള അക്രമവാസനകളിൽ നിന്ന്
അതിലേക്ക് പോവാതെ എങ്ങനെ നിയന്ത്രിക്കാം, അവരുടെ പെരുമാറ്റ വൈകല്യങ്ങളെ എങ്ങനെ പരിഹരിക്കാം, ഇമാതിരിയുള്ള കാര്യങ്ങളിൽ പ്രായോഗികമായിട്ട് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിനും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കുറേ ആശയങ്ങൾ ഉരുത്തിരിയുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ് മൈത്രി ചെയ്യുന്നത്. അതിനെ എങ്ങനെ പോലീസിന് കോംപ്ലിമെൻ്റ് ചെയ്യാം, പോലീസിന് മുഴുവൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് മന്ത്രിമാരുടെ പുറകെ ഓടിയിട്ട് അവർക്ക് സമയമില്ല, മനസ്സിലായില്ലേ? എസ്കോട്ട് പോയിട്ട് സമയമില്ലാത്തൊരു സേനയാണ് നമ്മുടെ പോലീസിൻ്റെ. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് എല്ലാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സിസ്റ്റത്തിൽ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ മന്ത്രിമാരുടെ പുറകെ ഓടാനായിട്ടൊരു സെപ്പറേറ്റ് സേന ഉണ്ടാക്കേണ്ടി വരും. ലോ ആൻഡ് ഓർഡർ നടത്താനൊരു മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. പിന്നെ എക്സൈസിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ മാതിരി ഏറുകൊണ്ട നായ പോലെ അത്ര പരാധീനതയോടെ ഓടി നടക്കുന്ന ആളുകളാണ്. വണ്ടി പോലും ഇല്ലെന്ന വണ്ടി പോലും ഇല്ലാത്തൊരു എക്സൈസ് സംവിധാനമാണ്. പക്ഷെ അവർക്കും കുറച്ചൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് അധികാരമുണ്ട്, ദേ ഹാവ് പവർ. അപ്പോൾ ആ പവർ വെച്ചിട്ട് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജോലി കുറയുകയും ചെയ്യും, എന്നാൽ ക്രിയാത്മകമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ തരത്തിൽ എല്ലാ ശ്രേണിയിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ മതസ്ഥാപനങ്ങളുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ ആത്മീയ സ്ഥാപനങ്ങളൊക്കെ ഇതിലൊക്കെ കുറച്ച് താല്പര്യം കാണിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ആത്മീയ സ്ഥാപനങ്ങളുടെ താല്പര്യം രാഷ്ട്രീയം കളിക്കലും കാശ് കിട്ടുന്ന ആശുപത്രികൾ ഉണ്ടാക്കലും പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കലും ഒക്കെയാണ്. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ബിസിനസ്സിലേക്ക് അവർ വഴിമാറിയോട് കൂടിയിട്ട് ഈ വക ഒരു 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 അവരെ പിന്തുണയ്ക്കുന്നവരുടെ ആത്മീയ മൂല്യങ്ങളെ നവീകരിക്കലോ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ മൂല്യബോധം കൊടുക്കുന്നതിൽ നിന്നൊക്കെ കുറച്ച് പിൻവലിഞ്ഞ് പോയിട്ടുണ്ട്. അവരും കുറച്ചൊക്കെ ഇതിലേക്ക് കുറേ കൂടെ ഗൗരവത്തോടെ ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു നടപടി ഇതിനു വേണ്ടി വേണം. കൂട്ടായ്മകൾ രൂപീകരിക്കണം സ്കൂളുകളിൽ, അങ്ങനെ കുട്ടികളെ മോണിറ്റർ ചെയ്യണം, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തണം. എന്നാലും ഡോക്ടറുടെ നേതൃത്വത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. വരുന്ന തലമുറയെങ്കിലും ലഹരി മുക്തമായിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് ശാന്തമായ ഒരു കേരളം ഭാവിയിൽ സ്വപ്നം കാണാൻ കഴിയുമോ എന്ന് ഇനി ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.